അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എപ്പോഴും നാം പ്രതീക്ഷിക്കേണ്ട ഒന്നാണ് മരണമെന്ന പ്രതിഭാസം. എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും അത് തേടി വരാം. രംഗമില്ലാത്ത കോമാളി എന്ന് അറിയപ്പെടുന്ന ഒന്നും കൂടിയാണ് മരണം. ആരിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു മനുഷ്യൻ്റെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ, അവൻ്റെ ആയുസ് ഈ ദുനിയാവിൽ അവസാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും പിന്നെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുവാൻ അവനക്ക് കഴിയില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഉള്ള ജീവിതത്തിൽ ഉള്ള സമയത്ത് എന്തെങ്കിലും അമലുകൾ, എന്തെങ്കിലും അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ നാം ശ്രമിക്കണം. നാം മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് നമ്മുടെ പൊന്നുമക്കൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഖബറിൻ്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് അവരും ഒരു ഫാത്തിഹ നമ്മളിലേക്ക് ഓതിത്തരാൻ, അവരൊരു യാസീൻ സൂറ നമുക്ക് വേണ്ടി ഓതിത്തരാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നാമും നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ തലമുറയെ നാം ഓർക്കേണ്ടതുണ്ട്. ഒരുപാട് പേര് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് പോയിട്ട് ഒരു സലാം പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ, ഒരു മുഅവ്വിദത്തൈനി, ഒരു സൂറത്തുൽ ഇഖ്ലാസ്, ഒരു യാസീനൊക്കെ ഓതാൻ നാം മനസ്സ് വയ്ക്കണം. അങ്ങനെ മനസ്സ് വയ്ക്കുമ്പോൾ മാത്രമേ പിൽക്കാലത്ത് ഇനി വരുന്ന തലമുറയിൽ ആരെങ്കിലും നമ്മുടെ ഖബറിൻ്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് അവരൊരു ഫാത്തിഹ ഓതാൻ മനസ്സ് വയ്ക്കും എന്നുള്ള കാര്യം കൂടി നാം മറന്നു പോകരുത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർക്ക്, മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ അഅ്മാലു സ്വാലിഹാത്തുകളും അള്ളാഹു സ്വീകരിച്ച് അവരുടെ ഖബറിടത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരു സൂറത്ത് യാസീൻ, ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്, ഒരു യാസീൻ കുറിച്ച് ദിക്ർ ചൊല്ലി നമുക്ക് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളിലേക്ക് നമുക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم وإلى حضرات من ماتوا منا الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم ما ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون
أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم للشمس ينبغي لها أن تدرك القمر الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم امتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تأكلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر ما كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا نعما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرا وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون.
സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അലീം. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നാം ഓതിയതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അവിടെ കബറിടങ്ങൾ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്ർ പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് ഇസ്തിഗ്ഫാറും കൂടി നമുക്ക് പറയാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം أستغفر الله العليم 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 أستغفر الله العليم. إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة ومقبولة منا ومرضية منا إلى حضرة الروح نبينا وشفيعنا محمد صلى الله عليه وسلم اللهم وإلى حضرات جميع الأنبياء والأولياء والعلماء والعلماء والشهداء والصديقين والصالحين اللهم وإلى حضرات جميع الصحابة والقرابة كلهم أجمعين اللهم وإلى حضرات جميع أولياء الله تعالى كلهم أجمعين اللهم وإلى حضرات من ماتوا منا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അർഹമർറഹീമായ അല്ലാ, കരുണയുള്ള അല്ലാ, ദയാലുവായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ എല്ലാ അദ്കാറുകളും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ആയാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ പരിപൂർണ പ്രതിഫലം അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ധാരാളം പേര് മൺമറഞ്ഞു പോയിട്ടുണ്ട് അല്ലാ. ഞങ്ങളുടെ സ്നേഹിതന്മാരിൽ നിന്നും ഞങ്ങളുടെ ഉസ്താദന്മാരിൽ നിന്നും അല്ലാ, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതിൻ്റെ മിസ്ലു സവാബ് അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ കണ്ണത്ത ദൂരത്തോളം നീ വിശാലമാക്കണേ അല്ലാ. നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് നീ നിറക്കണേ അല്ലാ. അല്ലാഹുവേ, ഖബറിൻ്റെ മുഴുവൻ അദാബുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, നിന്റെ അനുഗ്രഹം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഞങ്ങളെ ഓർക്കുന്ന ഒരു തലമുറ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മരണങ്ങൾ നീ ഖൈറാക്കി തരണേ അല്ലാ. നല്ല മരണങ്ങൾ നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, നല്ല സ്ഥലത്ത് വെച്ച് മരണപ്പെടാൻ, നല്ലവരുടെ കൈകളാൽ കഫം ചെയ്യാൻ, മറമാടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, പുണ്യമാക്കപ്പെട്ട ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാതെ ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഒരു വാക്കുകൊണ്ടെങ്കിൽ ഞങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചവർ, നോട്ടം കൊണ്ടെങ്കിലും നല്ല രീതിയിൽ ഞങ്ങളോട് ഇടപഴകിയവർ, അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, അവരിൽ നിന്നുള്ള പലരും ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ദുന്യാവും ആഖിറവും വിജയിച്ച സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകളും അവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അവർക്ക് പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ.
അള്ളാഹുവേ പാപമോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ച തമ്പുരാനെ, നിന്റെ എല്ലാ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹുവേ പടച്ച തമ്പുരാനെ, ഒരു നാൾ ഞങ്ങളും ആ ഖബറിലേക്ക് പെടേണ്ടവരാണ് പടച്ച തമ്പുരാനെ, നിന്റെ മുഴുവൻ അദാബുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾ നീ സ്വീകരിക്കണേ അതിലുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ നീ പരിഹരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ഒന്ന് തേടാൻ, നിന്നോടല്ലാതെ ഞങ്ങളുടെ വിഷമങ്ങളൊന്ന് പറയാൻ, ഞങ്ങളുടെ ദുഃഖങ്ങളൊന്ന് പറയാൻ, ഞങ്ങളുടെ പ്രയാസങ്ങളൊന്ന് ഇറക്കി വെക്കാൻ ഞങ്ങൾക്ക് മറ്റൊരിടമില്ല തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്ന ഞങ്ങളുടെ വിഷമങ്ങൾ അറിയുന്ന നാഥ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണേ അള്ളാഹുവെ പടച്ച തമ്പുരാനെ, പലരും പല രീതിയിലുള്ള വിഷമങ്ങൾ നേരിടുന്നവരാണല്ലോ. ഈ മജ്ലിസ് കേൾക്കുന്ന, ഈ മജ്ലിസിന് ആമീൻ പറയുന്ന അള്ളാഹു, അവരുടെ മനസ്സിലുള്ള അള്ളാഹുവെ സകല മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾ നീ ബറക്കത്ത് നൽകണേ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. നിന്റെ കാവൽ നൽകി നീ അനുഗ്രഹിക്കണേ അവരുടെ മക്കളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, മറ്റനേകായിരം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നേരിടുന്നവർ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, വീടില്ലാതെ വിഷമിക്കുന്നവർ, സ്വന്തമായൊരു ഭവനമില്ലാതെ വിഷമിക്കുന്നവർ, അള്ളാഹു അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് നീ അനുകൂലമാക്കി നല്ലൊരു ഭവനം, ചെറിയതായിട്ടെങ്കിലും ഒരു ഭവനം അവർക്ക് നീ നൽകണേ അതിനുള്ള തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അതിനുള്ള അവസ്ഥകൾ നീ അനുകൂലമാക്കി കൊടുക്കണേ സാമ്പത്തിക ഭദ്രത നൽകണേ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. നീ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ മരണം വരെ നിലനിർത്തി തരണേ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഞങ്ങൾക്ക് മറ്റൊരിടമില്ല ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണേ നീ ദുആ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ പിൻവലിക്കുകയാണ് തമ്പുരാനെ. അള്ളാഹുവെ, പ്രവാസ ലോകത്ത് കഴിയുന്ന അള്ളാഹുവെ, ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരുടെയും അള്ളാഹുവെ വേണ്ടപ്പെട്ടവർ ഇന്ന് പ്രവാസ ലോകത്താണ് അവരുടെ ജോലികൾ നീ ബറക്കത്ത് നൽകണേ അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ, ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് ചില തടസ്സങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട് തമ്പുരാനെ. എല്ലാ തടസ്സങ്ങളും നീക്കി, എല്ലാ പ്രയാസങ്ങളും നീക്കി പടച്ച തമ്പുരാനെ ഹൈറായ രീതിയിൽ അവരിലേക്ക് ആ ഗൾഫിലേക്കുള്ള യാത്ര നീ അനുകൂലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പോയിട്ട് ജോലിയൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ ഹലാലായ നല്ല ജോലി നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ, അവിടെ ജോലി ചെയ്യുന്നവർ നല്ല വേതനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബങ്ങൾ നീ ബറക്കത്ത് നൽകണേ അവരുടെ കുടുംബങ്ങൾ നീ കാവലേക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി അവരുടെ മനസ്സുകൾക്ക് സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, താൻ കഷ്ടപ്പെട്ടാലും തൻ്റെ കുടുംബം നല്ലതുപോലെ ജീവിക്കണമെന്നാഗ്രഹിച്ചിട്ട് പടച്ച തമ്പുരാനെ, മൈലുകൾക്കപ്പുറം ജോലി ചെയ്യുന്ന പ്രവാസികളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവിടെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ നീ കിടത്തിക്കളയല്ല തമ്പുരാനെ. അള്ളാഹുവേ, ദുആ നീ സ്വീകരിക്കണേ ദുആ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ, അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവിടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ ഞങ്ങളുടെ ഉസ്താദന്മാരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ ഞങ്ങളുടെ സ്നേഹിതർ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ പരിപൂർണമായി നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അവിടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണേ
ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി നീ മാറ്റണേ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബുദ്ധിമുട്ടുകൾ നീ നീക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. السلام عليكم ورحمة الله وبركاته.